കൂട്ടുകാരെ നമസ്കാരം. ഇന്നത്തെ വീഡിയോ ഈ റോഡ് കാണുമ്പോഴേ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കണോ? അതെ, ആതിരപ്പള്ളി വഴി വാഴച്ചാലിലേക്ക്. ആതിരപ്പള്ളി വഴി വാഴച്ചാലിലേക്ക് മാത്രമല്ല കേട്ടോ, അവിടുന്ന് നമ്മൾ മലക്കപ്പാറ പോയി വാൽപ്പാറ പോയി തിരിച്ച് പൊള്ളാച്ചി ചെന്ന് പൊള്ളാച്ചിയിൽ നിന്ന് തിരിച്ച് വീട്ടിലേക്ക് വരുന്നൊരു റൂട്ടാണ് ഇന്ന് നമ്മൾ പോകുന്നത്. ഈ റൂട്ട് നമുക്കെല്ലാവർക്കും അറിയുന്നത് പോലെ തന്നെ ബൈക്കുകാരുടെ ഇഷ്ട റൂട്ടാണ്. അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഇന്ന് ബൈക്കിലാണ് ഇത്രയും ദൂരം ഞങ്ങൾ കവർ ചെയ്യാൻ ഉദ്ദേശിച്ചിട്ടുള്ളത്. അപ്പോൾ എന്നാൽ പോവല്ലേ നമുക്ക്? നമ്മുടെ നാടായ ചെർപ്പളശ്ശേരിയിൽ നിന്നും രാവിലെ ഒരു 5 മണിയോടുകൂടെ ഇറങ്ങി അത്യാവശ്യം മഞ്ഞൊക്കെ ഉള്ള ഒരു ടൈമിലാണ് ഞങ്ങൾ പോണത്. അങ്ങനെ തൃശ്ശൂർ വഴി ചാലക്കുടി എത്തി. ചാലക്കുടിയിൽ നിന്നും ആതിരപ്പള്ളി എത്തുന്നത് വരെയുള്ള റൂട്ട് നമുക്കറിയാം. നല്ല ഭംഗിയുള്ള റോഡും ചെറിയ കാടും ഒക്കെ ആയിട്ട് നല്ല തിരിഞ്ഞു വളഞ്ഞൊക്കെ പോകുന്ന ബൈക്കുകാർക്ക് ഇഷ്ടപ്പെട്ട റൂട്ടാണ്. അങ്ങനെ ഞങ്ങൾ ആതിരപ്പള്ളിയിലെത്തി, ബൈക്കൊക്കെ പാർക്ക് ചെയ്ത് സമയം അവിടെ ഒരു 9 മണിയോളം ആയപ്പോഴത്തേക്ക് നമ്മൾ അവിടെ എത്തി. കൗണ്ടറിൽ നിന്ന് ടിക്കറ്റൊക്കെ എടുത്ത് പിന്നെ വരുമ്പോഴുള്ള നമ്മുടെ ഈ കാഴ്ച ഇവിടെ നിന്ന് തുടങ്ങുകയായി. ഈ വെള്ളച്ചാട്ടം ഒരുപാട് സിനിമകളിലും ഒക്കെ കണ്ട് നമുക്ക് പരിചിതമായിട്ടുള്ള വളരെ അടുത്തറിയാവുന്നൊരു വെള്ളച്ചാട്ടമാണ് ഇത്. പക്ഷേ എങ്കിലും നമുക്ക് വീണ്ടും വീണ്ടും അവിടെ പോകുമ്പോഴും നമുക്ക് അതിൻ്റെ ഒരു പുതുമയോടുകൂടെ തന്നെ നമുക്കത് എൻജോയ് ചെയ്യാൻ സാധിക്കാറുണ്ട്. അപ്പോൾ ഇത്രയധികം ഫേമസ് ആയിട്ടുള്ള ഈ ഒരു വെള്ളച്ചാട്ടം കാണാൻ വരുന്ന ആളുകൾക്ക് അതിനെ വേണ്ട വിധം കണ്ട് ആസ്വദിക്കാൻ ഉതകും വിധമുള്ള സൗകര്യങ്ങളൊക്കെ കുറച്ചും കൂടെ മെച്ചപ്പെടുത്താമായിരുന്നു എന്ന് ചെറിയൊരു അഭിപ്രായം എനിക്കുണ്ട്. കാരണം നമ്മളെക്കാൾ സാമ്പത്തിക ശക്തി കുറഞ്ഞ രാജ്യങ്ങളിൽ ഇത്രയൊന്നും ടൂറിസ്റ്റ് അട്രാക്ഷൻ അല്ലാത്ത പ്ലേസുകളിൽ പോലും അവിടുത്തെ സൗകര്യങ്ങൾ കാണുമ്പോൾ നമ്മുടെ ഈ സൗകര്യങ്ങളൊക്കെ ഒന്നുകൂടെ മെച്ചപ്പെടണമെന്ന് തോന്നാറുണ്ട്. അങ്ങനെ നമുക്ക് ചെറിയൊരു പണി കിട്ടി. നമ്മുടെ ബൈക്കിന് ചെറിയൊരു ഓയിൽ ലീക്ക് വന്നു. അങ്ങനെ ടോ സർവീസൊക്കെ വന്ന് തിരിച്ച് അതിനെ ചാലക്കുടി സർവീസ് സെൻറ്ററിൽ കൊണ്ടുപോയി അതിൻ്റെ ഓയിലൊക്കെ മാറ്റി റെഡിയാക്കി, അതിൻ്റെ ലീക്കൊക്കെ മാറ്റി റെഡിയാക്കിയതിന് ശേഷമാണ് കേട്ടോ വീണ്ടും പിന്നീടുള്ള യാത്ര. അങ്ങനെ നമ്മുടെ ആതിരപ്പള്ളിയിൽ നിന്നും ഒരു 7 കിലോമീറ്റർ സഞ്ചരിച്ചാൽ നമ്മുടെ വാഴച്ചാൽ വെള്ളച്ചാട്ടത്തിലെത്തും. അവിടെ നമ്മുടെ വണ്ടി പാർക്ക് ചെയ്ത് ഇവിടെ നമ്മൾ ടിക്കറ്റ് എടുക്കേണ്ട ആവശ്യമില്ല. കാരണം നമ്മൾ ആതിരപ്പള്ളിയിൽ നിന്ന് ടിക്കറ്റ് എടുത്തത് കൊണ്ട് തന്നെ ഇവിടെ എടുക്കേണ്ട ആവശ്യമില്ല. അങ്ങനെ വെള്ളച്ചാട്ടത്തിലെത്തി. വെള്ളച്ചാട്ടം നമുക്ക് എല്ലാവർക്കും അറിയുന്നത് പോലെ തന്നെ ഒരു വ്യത്യസ്തമായ വെള്ളച്ചാട്ടമാണ് വാഴച്ചാൽ വെള്ളച്ചാട്ടം. കാരണം അതൊന്ന് പരന്നൊഴുകുന്നൊരു വെള്ളച്ചാട്ടമാണ്. എന്നാൽ ആതിരപ്പള്ളിയിൽ നല്ല ഹൈറ്റിൽ നിന്ന് താഴോട്ട് വീഴുന്നതാണ്. പിന്നീട് നമുക്കിനി പോകാനുള്ളതൊരു വലിയ കാട്ടിലൂടെയാണ്. അപ്പോൾ അവിടേക്ക് പോകുന്നതിന് മുമ്പായിട്ട് അവിടെ ഫോറസ്റ്റ് ചെക്ക് പോസ്റ്റ് ഉണ്ട്. അവിടെ നമ്മുടെ വണ്ടി നമ്പറൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ അവർ ഒരു സ്ലിപ്പ് തരും. ആ സ്ലിപ്പും എടുത്ത് നമ്മൾ ഇനി നമ്മൾ കവർ ചെയ്യാൻ പോകുന്നത് ഏകദേശം 70 കിലോമീറ്ററോളം കാട്ടിലൂടെ തന്നെയുള്ള യാത്രയാണ്. കാട്ടിലൂടെ ഒരു വേള നമ്മൾ ഒറ്റയ്ക്ക് ഇങ്ങനെ യാത്ര ചെയ്യുക തന്നെയാണ്. കാരണം ഒരു ഇടവേളകളിൽ 1-2 വണ്ടികൾ വന്നാലായി. അപ്പോൾ ഇനി ഇവിടുന്ന് അങ്ങോട്ട് ഫുള്ള് കാടിൻ്റെ കാഴ്ചകളാണ് കേട്ടോ. പോകുന്ന വഴികളിലൊക്കെ നമുക്ക് ഈ അനിമൽ ക്രോസിംഗ് എന്നുള്ള ബോർഡ് കാണാം. ഏത് സമയവും നമ്മുടെ മുമ്പിലേക്ക് ഒരു ആനയോ മറ്റൊരു മൃഗങ്ങളോ എന്തെങ്കിലുമൊക്കെ വരാൻ ചാൻസ് ഉള്ള റൂട്ടാണ്. അപ്പോൾ നമ്മൾ അവിടുന്ന് പോരുമ്പോൾ തന്നെ അവിടുത്തെ ഫോറസ്റ്റ് ഓഫീസേഴ്സ് പറഞ്ഞിരുന്നു, നിങ്ങൾ ഒരിക്കലും സ്പീഡിൽ പോകരുത്, മെല്ലെ പോകാവൂ. കാരണം ഒരു തിരിവും വളവൊക്കെ എത്തുന്ന സമയത്ത് എങ്ങാനും നമ്മൾ സ്പീഡിൽ ചെന്നൊരു ആനയുടെ മുന്നിൽ വന്ന് ചാടണ്ടെന്ന് വിചാരിച്ചിട്ടാണ് ഞങ്ങളത് പറയണത് എന്നവർ പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ അവരോട് ചോദിച്ചു, നമ്മൾ വല്ല വണ്ടിയും ഫോളോ ചെയ്ത് പോകേണ്ട ആവശ്യമുണ്ടോ എന്ന് ചോദിച്ചു. അപ്പോൾ അതിൻ്റെ ഒന്നും ആവശ്യമില്ല, നിങ്ങൾ നോർമൽ പോകുന്നത് പോലെ പോയാൽ മതി, പക്ഷേ പതുക്കെ പോകാവൂ എന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ ഈ കാട്ടിലൂടെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. പോകുന്ന വഴി നല്ല പുതിയ ആനപ്പിണ്ടൊക്കെ ഇങ്ങനെ കിടക്കുന്നുണ്ടായിരുന്നു. ചെറിയൊരു പേടിയൊക്കെ ഉള്ളിലുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ പോകുന്ന വഴി ആനയെ കണ്ടു ഞങ്ങൾ. പക്ഷേ അത് വിഷ്വൽസ് എടുക്കാൻ പറ്റിയില്ല. തൊട്ട് താഴെയായിട്ട് ഷോളയാർ ഡാമിൽ വെള്ളം കുടിക്കുകയാണ് 2-3 ആനകൾ വെള്ളം കുടിക്കുന്നത് ഞങ്ങൾ കണ്ടു. ഈ കാണുന്നതാണ് നമ്മുടെ ഷോളയാർ ഡാമിൽ നിന്നും പൈപ്പ് വഴി വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാൻ വേണ്ടിയിട്ട് വെള്ളം കൊണ്ടുപോകുന്ന പൈപ്പാണത്. ഇങ്ങനെ വീഡിയോയിൽ കാണുന്നത് പോലെയല്ല, വലിയ പൈപ്പുകളാണ്. ഇതായി കാണുന്നതാണ് ഷോളയാർ ഡാം. വലിയൊരു വൃഷ്ടിപ്രദേശം മുഴുവനും വെള്ളം ഇങ്ങനെ പരന്ന് കിടക്കുകയാണ്. വലിയൊരു ഡാമാണ് കേട്ടോ.
അങ്ങനെ ഞങ്ങൾ ഏകദേശം മലക്കപ്പാറ എത്താനാവുമ്പോൾ നമ്മളെ സ്വീകരിക്കാൻ ഒരാളും വന്നിട്ടുണ്ടായിരുന്നു. ഒരു പാമ്പാണ്, കണ്ടിട്ടൊരു കരിമൂർക്കനോ എന്തോ ആണെന്ന് തോന്നുന്നു. പുള്ളി റോഡ് ക്രോസ് ചെയ്യാൻ വേണ്ടി നിൽക്കുകയായിരുന്നു. ഞങ്ങളങ്ങോട്ട് പാസ് ചെയ്തതും പുള്ളി റോഡ് ക്രോസ് ചെയ്ത് പുള്ളി പോയി. അങ്ങനെ ഞങ്ങൾ മലക്കപ്പാറയിലെത്തി. ഇനി ഇവിടുന്ന് അങ്ങോട്ട് ഈ കാഴ്ചകളാണ് ഇനി കാണാൻ പോണത്. നല്ല തേയിലത്തോട്ടങ്ങളും അതിനോട് കൂടെ ചെറിയ കോടമഞ്ഞും അതേമാതിരി നല്ല നീല ആകാശമൊക്കെ കൂടെ ചെറിയ തണുപ്പും ഒക്കെ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇനി ഇവിടുന്ന് അങ്ങോട്ട് നമുക്ക് മതി വരാത്ത അത്രയും കാഴ്ചകളാണ്. ഈ പച്ചപ്പും ഈ ഭൂമിയുടെ ഭംഗിയും ഒക്കെ ഇങ്ങനെ ആസ്വദിച്ചുകൊണ്ടുള്ള യാത്രയാണ് ഇനി ഇവിടുന്ന് അങ്ങോട്ട് മുഴുവൻ. അങ്ങനെ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, നമ്മൾ വാഴച്ചാൽ വെള്ളച്ചാട്ടത്തിൻ്റെ അവിടുന്ന് ഫോറസ്റ്റ് ചെക്ക് പോസ്റ്റിൽ നിന്നും ഒരു സ്ലിപ്പ് വാങ്ങിച്ചിട്ടാണ് നമ്മൾ പോകുന്നത് എന്ന്. ആ സ്ലിപ്പ് നമ്മൾ ഇവിടെ മലക്കപ്പാറ ഈ ചെക്ക് പോസ്റ്റിൽ നമ്മൾ കൊണ്ടുവന്ന് കാണിക്കണം. അതായത് ആ സ്ലിപ്പിലൊരു ടൈമിംഗ് ഇട്ടിട്ടുണ്ട്. ആ ടൈമിങ്ങിൽ കൂടുതൽ നമ്മൾ എടുക്കുകയാണെങ്കിൽ എന്തൊക്കെയോ ഫൈൻ ഉണ്ടെന്ന് കേട്ടിരുന്നു. അങ്ങനെ നമുക്കങ്ങനെ ഫൈനൊന്നും വന്നില്ല. നമ്മളധികം സമയം നിർത്തുകയൊന്നും ചെയ്യാത്തത് കൊണ്ട് തന്നെ നമ്മൾ കറക്റ്റ് സമയത്ത് എത്തി. സ്ലിപ്പ് അവിടെ ഏൽപ്പിച്ചു. ഇനി ഇവിടുന്ന് അങ്ങോട്ട് തമിഴ്നാടാണ് ഇനി. അപ്പോൾ ഇനി മലക്കപ്പാറ മുതൽ വാൽപ്പാറയുള്ള റൂട്ടാണ് ഇപ്പോൾ ഇനി കാണാൻ നമ്മൾ പോണത് കേട്ടോ. അങ്ങനെ നമ്മൾ വാൽപ്പാറയിലെ അപ്പർ ഷോളയാർ ഡാമിൻ്റെ താഴ്ഭാഗത്തെത്തി. ഇതാണ് അപ്പർ ഷോളയാർ ഡാമിൻ്റെ മുകൾ വശം. ഇവിടെ നിന്നുള്ള കാഴ്ച ഒരു രക്ഷയില്ലാത്ത കാഴ്ചയാണ് കേട്ടോ. ശരിക്കും അതിൽ മഴക്കാലമല്ലാത്തത് കൊണ്ട് തന്നെ വെള്ളം ഇച്ചിരി കുറവാണ്. വെള്ളം കൂടി ഉണ്ടായിരുന്നെങ്കിൽ ഒന്നും കൂടെ ഭംഗിയായേനെ. എങ്കിലും ഈ സമയത്താണെങ്കിലും അവിടെ ചെല്ലുമ്പോൾ നല്ല ഭംഗിയുള്ള കാഴ്ചകളാണ്. കണ്ണെടുക്കാൻ പറ്റാത്ത അത്രയും കാഴ്ചകൾ തന്നെയാണ് നമ്മുടെ വാൽപ്പാറയിൽ ഉള്ളത്. ഓരോ ആംഗിളിൽ നിന്ന് നോക്കുമ്പോഴും വ്യത്യസ്തമായ കാഴ്ചകൾ തന്നെയാണ് അവിടെ ഉള്ളത്. നല്ല ഭംഗിയുള്ള വൃത്തിയുള്ള റോഡിൻ്റെ രണ്ട് സൈഡിലും ഇതുപോലത്തെ നല്ല അടിപൊളി കാഴ്ചകൾ, നല്ല കോടമഞ്ഞ്, നല്ല തണുപ്പ്. പ്രകൃതി കണ്ട് ആസ്വദിക്കുന്നവർക്ക്, യാത്ര പോകാൻ ഇഷ്ടപ്പെടുന്നവർക്ക് ഇതിലും വേറെ ഇനി എന്തു വേണം? അങ്ങനെ ഉച്ചസമയമായപ്പോൾ തമിഴ്നാട്ടിൽ വരുമ്പോൾ നമ്മൾ തമിഴ്നാട് ബിരിയാണി കഴിക്കണ്ടേ. അങ്ങനെ നല്ല തമിഴ്നാട് ബിരിയാണി കിട്ടുന്ന ഒരു ഹോട്ടലിൽ കയറി ബിരിയാണിയും കഴിച്ച് വീണ്ടും ഞങ്ങൾ യാത്ര തുടർന്നു.
അങ്ങനെ കുറച്ച് വ്യൂ പോയിൻറ്റ്സുകളൊക്കെ കണ്ട് വാട്ടർഫാൾസൊക്കെ കണ്ട് നല്ല ചൂട് ചായയും ചൂട് നൂഡിൽസൊക്കെ കഴിച്ച് ഇനി വാൽപ്പാറയിൽ നിന്നും പൊള്ളാച്ചിയിലേക്കുള്ള യാത്രയാണ്. ഈ യാത്ര കുറച്ച് സ്പെഷ്യലാണ് കേട്ടോ. കാരണം ഈ ചുരം നല്ല ഭംഗിയുള്ളൊരു ചുരമാണ്. ഇതിലൂടെ യാത്ര ചെയ്തിട്ടില്ലെങ്കിൽ ഒരു പ്രാവശ്യമെങ്കിലും ഒന്ന് യാത്ര ചെയ്യണത് നന്നായിരിക്കും. കാരണം അത്രയേറെ ഭംഗിയുണ്ട്. 40ഓളം ഹെയർ പിൻ വളവുകളൊക്കെ തിരിഞ്ഞ് നമ്മൾ നല്ല ഭംഗിയുള്ള കാഴ്ചകളിലൂടെയാണ് തിരിച്ച് പൊള്ളാച്ചിയിലേക്കുള്ള യാത്ര. അങ്ങനെ ഞങ്ങൾ പൊള്ളാച്ചി എത്തി. പൊള്ളാച്ചിയിൽ നിന്ന് മീനാക്ഷിപുരം കൊഴിഞ്ഞാമ്പാറ വഴി നമ്മുടെ നാട്ടിലും എത്തി. അപ്പോൾ ഇനി നമുക്ക് അടുത്തൊരു വീഡിയോയിലൂടെ കാണാം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. താങ്ക് യു ഫോർ വാച്ചിങ്.